ആ പേരെന്താണ്? എന്ന് എത്ര ആളായി ചേട്ടൻ തുടങ്ങിയിട്ടത്? ഏതാണ്ട് ഒരു 50-45 വർഷത്തായി. വർഷത്തിന് മുന്നെയാണ് തുടങ്ങിയത്. ഇതിന്റെ ഹിസ്റ്ററി എന്താണ്? എന്താണ് ഇതിന്റെ ഒരു ചരിത്രം? നിർത്തിയാളുടെ ഒരു ആഗ്രഹമായി. അന്ന് ഈ ഒരൊറ്റ കെട്ടിടം മാത്രമേ ഉള്ളൂ. 2-3 വർഷം ഈ ഒറ്റ കെട്ടിടം. പിന്നീട് ആണ് ഈ കെട്ടിടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 72 വരെ ആയിട്ടുണ്ട്. അതിൽ കൂടുതൽ കഴിഞ്ഞിട്ട് അങ്ങനെ അതിൽ കൂടുതലുണ്ടായിരുന്നു. ഇത് കഥകളിയുടെ ചമയം അതുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കഥകളിയുടെ ചമയമല്ലേ, ഗരുഡന്റെ ചമയമാണ്. ഗരുഡന്റെ. ഇന്നിപ്പോ ഇതിൽ ചുണ്ട്, ഇതിന് ചിറകുണ്ട്, കിരീടമുണ്ട്. ഇത് മൊത്തം പൂർത്തിയായിട്ടില്ല. ഇതിപ്പോ വരച്ച് നിർത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇതിന് ഗരുഡന്റെ ചുണ്ട് വരും, കിരീടം വരും. അപ്പൊ ഇതെല്ലാം കൂടെ വരും. ഈ വരച്ചിരിക്കുന്ന പറയുന്നത് ഗരുഡന്റെ രൂപമാണ് ഈ വരച്ചിരിക്കുന്നത്. കിരീടവും കൂടെ വെച്ച് ചുണ്ടും കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിന് പ്രത്യേക നിഷ്ഠകളോ അങ്ങനെ? നിഷ്ഠകൾ ഇതിന് നിൽക്കുമ്പോൾ നമ്മളെന്തായാലും അതിന് നമ്മൾ വ്രതം നല്ലേ. അതെ ഇവിടെ ശിവരാത്രി ആകുമ്പോഴേ വ്രതമാവും. തൂക്കം ഉണ്ടാക്കി അതപ്പോഴേ നമ്മൾ വ്രതമാവും, അന്നേ നിൽക്കും. പിന്നെ ഇപ്പം അവിടെ തൂക്കത്തിന് പേര് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് പേര് കൊടുത്ത് നിൽക്കുന്നത് നമ്മൾ വേറെ ആളിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ചേട്ടൻ പേരെങ്ങനെ? എൻ്റെ പേര് രാജു. ഞാനും ആണ്ട് 30 വർഷത്തോളമായി ഇവിടെ. 15 വർഷം അമ്പലം പൊളി. ഇത് വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ഉണ്ടോ? ഗരുഡന്റെ ഉണ്ട്. കോഴിക്കോട് ക്ഷേത്രത്തിലുണ്ട്. അതല്ല കേരളത്തിൽ ഇത് ഈ 2 സ്ഥലത്ത് മാത്രം ഉണ്ട്. അടുത്ത എവിടെയെങ്കിലും ഗരുഡന്റെ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. തൂക്കം കണ്ടമാനം ഉണ്ട്. പല ചുറ്റോട്ടത്തുള്ള ക്ഷേത്രം. പിന്നെ വെട്ടിയോടുണ്ട്. വെള്ളല്ലൂർ അവിടെയുണ്ട്. അതും ഇതും ഈ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ്. എല്ലാം കുടുംബം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിയും മറ്റും അങ്ങനെ ഇതിലുള്ള ക്ഷേത്രങ്ങളാണ്. എത്ര പേര് കാണുന്നത്? എല്ലാവരും ഒരേപോലത്തെ സമയങ്ങളാണോ? അതോ അതിൽ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സമയങ്ങളിൽ ഈ വേഷവിധാനങ്ങളിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. കാര്യം ഇത് ഓരോരുത്തരുടെയും ഇതാണ്. നമ്മളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കഥകളി ആശാന്മാരുടെ ഡ്രസ്സാണ്. അവർക്ക് ഇത് കഥകളിക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ള ഡ്രസ്സുകളാണ് അവരിലുള്ളത്. പിന്നെ അവരുടെ കഥകളിയിൽ ഗരുഡന്റെ രൂപം വരുന്നതാണ് അവർ നമുക്ക് ചെയ്യുന്നത്. അവരുടെ കഥകളിയിലും ഗരുഡന്റെ ഇതാണ് നമുക്ക് ചെയ്യുന്നത്. ആ വരയാണ് അവർ വരയ്ക്കുന്നത്. കഥകളിയിൽ അവർ ഉപയോഗിക്കുന്ന അതേ മെത്തേഡാണ് നമുക്ക് ചെയ്യുന്നത്. ഇത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ സെപ്പറേറ്റ് ആയിട്ടുള്ള ആചാരമാണോ? അത് ക്ഷേത്രം ഈ മാവേലിക്കോണ ഇത് ആചാരമല്ല. അല്ല, ഗരുഡന്റെ ഇത് ആദ്യം ഇവിടെ നിർത്തുന്നത് ഈ ഇങ്ങനെ ഒരു അറിവ് വെച്ചുകൊണ്ട് വേലാമാവൻ എന്ന് പറയും. മാവനാണ് ഇത് ആദ്യം സുഭാഷനെ ചെയ്യുന്നത്, ഗരുഡനായിട്ട് നടത്തുന്നത്. ആ കാലത്ത് ഇവിടെ എങ്ങുമില്ല. ഇവിടങ്ങളിലുള്ളവർക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അന്ന് കൃഷ്ണന്റെ മുടിയാണ് കിരീടമായിട്ട് വെക്കുന്നത്. അതായത് കഥകളിയിൽ കൃഷ്ണന്റെ മുടിയാണ് വെക്കുന്നത്. ആ മുടിയാണ് അന്ന് സുഭാഷിന് വെച്ച് അന്ന് അതിന്റെ ആശാൻ പറഞ്ഞു തലേന്ന് ഇളകിയിട്ടില്ല. ഇവിടെ അതുവരെയും പോയിട്ട് തലേന്ന് ഇളകത്താണ്ട് പറഞ്ഞു. ആ കിരീടം വെച്ചുകൊണ്ട് വലിയ തൂങ്ങട്ടെന്ന് അത് വീണ് പോയാൽ ഞാൻ സഹിച്ചെന്നു. അത് വീഴൂല എന്നുള്ളൊരു ഉറപ്പ് ആ വേഷം കെട്ടിയ കഥകളി ആശാനുള്ളതുകൊണ്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ചെയ്യാവുന്നത്. അന്ന് കിരീടം പിന്നെ ഇളക്കില്ലായിരുന്നു. കിരീടം ഇളക്കാതെ എന്റെ ഈ കളി കണ്ടപ്പോഴത്തേക്ക് ആദ്യത്തെ ഇതല്ലേ ഒരു ഗരുഡനേ ഉള്ളു. അപ്പൊ ഇവിടെ നിന്ന് അങ്ങ് ഒരു ക്ഷേത്രം വരെ കളിച്ച് ക്ഷേത്രത്തിൽ കിടന്ന് കളിച്ച് ഈ കളികളെല്ലാം കണ്ടപ്പോഴത്തേക്ക് ആക്കാൻ പറഞ്ഞു ഈ കിരീടം വഹിക്കാതെ തന്നെ ഈ ഗരുഡന് ദില്ലിയിൽ കെട്ടിപ്പോയി ആക്കാൻ പറഞ്ഞു. അങ്ങനെ കുത്തിക്കെട്ടുകാർ കുത്തിക്കെട്ടമ്പലത്തിൻ്റെ കുത്തിക്കെട്ടുകാർ കുത്തിക്കെട്ടി ഈ ദില്ലിയിൽ ഒരു വലത്തിട്ട് കളിച്ച് അപ്പോൾ ആശാന് ഭയങ്കര സന്തോഷവും. അതിനുശേഷം ഈ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമായിട്ട് ഈ ഗരുഡൻ ഇപ്പോൾ ഈ വിജയമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇത്രയും ഗരുഡന്മാർ ഒരുമിച്ച് വരുന്നില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതിനു മുമ്പ് അന്ന് ആദ്യമായിട്ട് ഇത് ഗരുഡൻ വേഷം കെട്ടുന്നതിന് പഠിച്ചിട്ടുണ്ട്. ആശാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ആശാൻ ഇല്ല.
ഒന്ന് പഠിപ്പിച്ച് ഡയറക്റ്റ് ഒരുമിച്ച് നേരിട്ട് മേളത്തിന്റെ കൂടെ കളിക്കും. ആ മേളത്തിൻ്റെ കൂടെ ഈ ഇതുപോലെ ചെണ്ടമേളത്തിൻ്റെ കൂടെ മേളത്തിൻ്റെ കൂടെ കളിക്കും. ആ മേളത്തിന്റെ കൂടെ കളിച്ചു പോകും. ഇന്ന് 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 കളിയൊന്നും ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അങ്ങനെ. ഞാൻ കിരീടം കൂടെ വെച്ച് തൂങ്ങണമെന്നൊരു ആ ആഗ്രഹം തോന്നി. ഇപ്പം 40 എത്ര വർഷമായി? 40 കൊല്ലത്തോളമായി. സ്ഥലം ഇവിടെ തന്നെയാണോ? എനിക്ക് 65 വയസ്സായി. ഞാൻ എന്നും നിൽക്കുന്ന കേരളം 65 വയസ്സായി. ഇന്ന് എനിക്കിത് കുഴപ്പമില്ല. ആ ദേവിയുടെ സുന്ദമത്തിയുടെ കാര്യം കൊണ്ട് ഇന്ന് ഒരു അസുഖമില്ല. പ്രഷറായിരുന്നു വരാം, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇന്നും പണിക്ക് പോകുന്നുണ്ട്. ഇന്നും പണിക്ക് പോകുന്നുണ്ട്. ഒരു അസുഖമില്ല. ഇതിനു വേണ്ടി പ്രത്യേകം വ്രതം എന്തെങ്കിലും എടുക്കുമോ? ഇതിനു വേണ്ടി പ്രത്യേകം വ്രതം എന്തെങ്കിലും ഉണ്ടോ? ഇതിനു വേണ്ടി പ്രത്യേകം വ്രതം എന്തെങ്കിലും ഉണ്ടോ? ഇതിനു വേണ്ടി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിയിൽ അന്ന് മുതൽ ഈ മത്സ്യങ്ങളും മാംസങ്ങളും അല്ലെങ്കിലും മത്സ്യം ഞാൻ കഴിക്കില്ല. അല്ല, മാംസം ഞാൻ കഴിക്കില്ല. പിന്നെ മത്സ്യം എന്ന് പറഞ്ഞാൽ ഈ ചെറുവർഗ്ഗങ്ങൾ മാത്രമേ കഴിക്കൂ. ഇറച്ചിയും മുട്ട അങ്ങനെയുള്ള ഒരു സാധനം കഴിക്കില്ല. ശിവരാത്രിയിൽ അന്ന് നമുക്ക് മൊത്തം നോക്കാം. ഈ ഉത്സവം കഴിയുന്നത് തൂങ്ങി ഇറങ്ങുന്നത്. അല്ലാതെ ഒന്ന് ഒരു വെള്ളം അടിക്കുന്നതൊക്കെ ഒന്നും പരിപാടിയില്ല. അതുകൊണ്ട് എനിക്കിന്ന് ഒരു അസുഖമില്ല. അപ്പൊ ദേവി അനുഗ്രഹിക്കട്ടെ. കളി കാണാം. കാണാം.